ഫുട്ബോൾ തീമിലുള്ള 2 kg ഗ്രീൻ വെൽവെറ്റ് കേക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഹോം ബേക്കേഴ്സിനൊക്കെ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ വെൽവെറ്റ് കേക്കിൻ്റെ സ്പോഞ്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ ഒരു സ്പോഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഐസിങ്ങിനായിട്ട് 3 കപ്പ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിലാണ് വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത്. 120 ml ഒരു കപ്പ് അളവാണിത്. ഇനി നമുക്ക് കേക്ക് ബോർഡിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുത്ത ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ കേക്കിൻ്റെ ലെയറിലേക്ക് നമ്മൾ ക്രീം തേച്ച് കൊടുക്കുമ്പോൾ റെക്റ്റാങ്കുലർ ഷേപ്പായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ 4 സൈഡിലും കുറച്ച് ക്രീം കൂടുതലായിട്ട് തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്ത് കഴിയുമ്പോൾ നടുഭാഗം മാത്രം പൊങ്ങിയിട്ട് 4 സൈഡും താഴ്ന്നിരിക്കും. ഇനി ഈ ലെയറിൻ്റെ മീതേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഈ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഐസിങ് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് ക്രീം തേച്ച് കൊടുത്ത ശേഷം സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ലെവലൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഫുട്ബോളിൻ്റെ ആ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം ഇതുപോലത്തെ ഒരു അടപ്പം വെച്ചിട്ട് ഫുട്ബോളിൻ്റെ ആ ഒരു റൗണ്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു കട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാനായിട്ട് പറ്റും. ആ ഒരു റൗണ്ടിൻ്റെ ഏകദേശം കറക്റ്റ് നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് കട്ടർ വെച്ചിട്ട് അമർത്തി കൊടുക്കാം. അതിനുശേഷം ചുറ്റിലും ഇതുപോലെ തന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ കറക്റ്റ് ആ ഒരു ഫുട്ബോളിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം നല്ല കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ട് ഹെക്സഗണിൻ്റെ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ മീതേക്ക് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈനായിട്ട് വരച്ച് കൊടുത്താൽ മതി. കേക്കിൻ്റെ ഐറ്റംസൊക്കെ വിൽക്കുന്ന കടയിൽ ഇതിപ്പോൾ പല സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഫുട്ബോളിൻ്റെ ഷേപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ വിപ്പിംഗ് ക്രീമും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2:1 എന്നുള്ള റേഷ്യോയിൽ ചോക്ലേറ്റ് എടുത്തിട്ട് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും എടുത്തിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചോക്ലേറ്റ് ഗനാഷ് റെഡിയായിട്ട് കിട്ടും. ആദ്യം തന്നെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നടുക്കും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള സൈഡ് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ആ ഒരു ഷേപ്പ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാസിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രാസിൻ്റെ നോസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ആയാലും ചെയ്ത് കൊടുക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഐസിങ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്ത ശേഷം അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കേക്കിലേക്ക് മുട്ടരുത്, ഇങ്ങനെ നീക്കി പിടിച്ചിട്ട് വേണം ഇങ്ങനെ അമർത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഗ്രാസിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. കേക്കിൻ്റെ ബോർഡർ മാത്രം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി കേക്കിൻ്റെ സൈഡിൽ ആ ഒരു ഗ്രാസ് വളർന്ന് നിൽക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്പാറ്റിൽ എടുത്ത ശേഷം ക്രീമിലൊന്ന് മുക്കിയിട്ട് മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു പുല്ല് വളർന്ന് നിൽക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഗ്രീൻ കളർ ആഡ് ചെയ്ത ക്രീമിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ സ്പാറ്റിലൊന്ന് മുട്ടിച്ച് കൊടുത്ത ശേഷം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം കേക്കിനൊരു ബോർഡറും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ ബേസിൻ്റെ മീതേക്കും ആ ഒരു ഗ്രാസിൻ്റെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കാം. അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. ഇനി ഈ ഒരു കേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു ഫോണ്ടൻ ഡെക്കറേഷൻ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് വെച്ച് കൊടുത്താൽ മതി. പോർച്ചുഗലിൻ്റെ ആ ഒരു തീമിലാണ് കസ്റ്റമർ ഇത് തയ്യാറാക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെറിയൊരു ടീഷർട്ട് പോർച്ചുഗലിൻ്റെ ആ ഒരു തീമിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫോണ്ടൻ ഡെക്കറേഷൻ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തതായതുകൊണ്ട് അധികം സ്റ്റിഫായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ഫോണ്ടൻ വർക്ക് നേരത്തെ തന്നെ ചെയ്ത് വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം എടുത്ത് വെക്കാനായിട്ട്. ഞാനിപ്പോൾ കുറച്ച് ഫോണ്ടൻ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫുട്ബോൾ തീമിലുള്ള കേക്കിൻ്റെ ഓർഡറൊക്കെ വരുമ്പോൾ പേടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഫുട്ബോൾ തീമിലുള്ള കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി ചോദിക്കാം കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ബേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലത്തെയുള്ള ബേക്കിംഗ് റെസിപ്പീസും കുക്കിംഗ് റെസിപ്പീസൊക്കെ കിട്ടുന്നതിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ. Thank you.